ഹായ് എവ്രി വൺ, ആഞ്ചോൾ ആണെങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ഐ ക്ലിയർഡ് മൈ UPSC പ്രിലിംസ് ഇൻ മൈ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ളതാണ്. എനിക്ക് 21 വയസ്സുള്ള സമയത്താണ് ഞാൻ UPSC പ്രിലിംസിൻ്റെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് കൊടുക്കുന്നതും ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മാർക്ക് ഷീറ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എനിക്ക് പേപ്പർ 1 96.97 ആയിരുന്നു എൻ്റെ സ്കോർ എന്ന് പറയുന്നത്. ആ സമയത്തെ കട്ട് ഓഫ് വാസ് 87 ആയിരുന്നു. 2022 87 ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് GS1ന്റെ. അപ്പൊ അറൌണ്ട് 10 മാർക്സ് എനിക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെ സ്ട്രാറ്റജിയാണ് ഞാൻ യൂസ് ചെയ്തത് പ്രിലിംസ് ക്ലിയർ ആവാൻ വേണ്ടി? കാരണം ഒരുപാട് ആൾക്കാർ പ്രിലിംസ് ക്ലിയർ ആവാത്ത പ്രശ്നമുണ്ടല്ലോ. മെജോറിറ്റി ആൾക്കാരും ഇങ്ങനെ പ്രിലിംസ് ക്ലിയർ ആവാതെ ഇങ്ങനെ വർഷങ്ങൾ ഇരിക്കുന്ന പ്രശ്നമുണ്ട്. അപ്പൊ അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇതിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട്സ് വരാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. ഐ വിൽ ബി ഹാപ്പി ടു റിപ്ലൈ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോ എന്താണ് ചെയ്തത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനിൽ തന്നെയാണ്. അത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് പ്രിലിംസ് കിട്ടിയത് എന്നുള്ളത്. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ആക്ച്വലി ഒരാൾ പ്രിലിംസ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ എനിക്ക് പ്രിലിംസിന് എത്ര ഡേയ്സ് ആണ് ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത്. ലെറ്റ്സ് ഞാൻ 100 ഡേയ്സ് ആണ് പ്രിലിംസിന് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എത്ര സബ്ജക്ട്സ് ഉണ്ടോ, ലെറ്റ്സ് 10 സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ആ നമ്പർ ഓഫ് ഡേയ്സിനെ ഈ സബ്ജക്ട്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമായിരുന്നു. നമുക്കിപ്പോ 10 സബ്ജക്ട്സ് ആണുള്ളെങ്കിൽ ഒരു സബ്ജക്റ്റിന് എത്ര ഡേ കിട്ടും? 10 ഡേയ്സ് ആണ് കിട്ടുക. ആ 10 ഡേയ്സിന്റെ പ്ലാൻസ് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു 100 ഡേയ്സ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തതിന് ശേഷം ഞാൻ 100 ഡേയ്സ് പഠിച്ചു എന്നല്ല പറയുന്നത്. ഹൺഡ്രഡ് ഡേയ്സ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. ഈ ഒരു 100 ഡേയ്സ് എടുക്കുകയാണെങ്കിൽ അതിനെ മന്ത്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമായിരുന്നു ഫസ്റ്റ്. അതായത് മന്ത് 1, മന്ത് 2, മന്ത് 3 അങ്ങനെ ഡിവൈഡ് ചെയ്യും. അപ്പൊ ആദ്യത്തെ മാസത്തിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, രണ്ടാമത്തെ മാസത്തിൽ ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം വീക്ക്ലി ടാർഗറ്റ്, ഡെയിലി ടാർഗറ്റ് ഇതെല്ലാം ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയി എന്ന് എനിക്ക് തോന്നുന്നതാണ് ഞാൻ ഡേയ്സ് ആയിട്ട് സബ്ജക്ട് വൈസ് ആയിട്ടാണ് ഡേയ്സ് ഡിവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ 10 ഡേയ്സ് ആണ് എനിക്കൊരു സബ്ജക്റ്റിന് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി പഠിക്കാൻ എനിക്ക് 10 ഡേയ്സ് ആണുള്ളത്. അതിലെ ആദ്യത്തെ ഒരു 6 ഡേയ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സബ്ജക്ട്, ആദ്യത്തെ ഒരു 5 to 6 ഡേയ്സ് ഞാൻ പ്യുവർലി കോൺസെപ്റ്റ്സ് മാത്രമാണ് പഠിക്കാറ്. ഓക്കെ, പ്യുവർലി കോൺസെപ്റ്റ്സ് പഠിച്ച ശേഷം റെസ്റ്റ് ഓഫ് ദ ഡേയ്സ്, അതായത് റിമൈനിങ് 4 to 5 ഡേയ്സ് ഞാൻ ടെസ്റ്റും PYQസും മാത്രമാണ് ചെയ്യാറ്. ഇങ്ങനെ ഞാൻ 2 ഹാഫുകളായിട്ട് എൻ്റെ ആ ഒരു ഡേയ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡേയ്സിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആൻഡ് മെയ്ഡ് മന്ത്ലി, വീക്ക്ലി ആൻഡ് ഡെയിലി പ്ലാൻസ് ആസ് വെൽ. ഇനി എൻ്റെ ഒരു ടിപ്പിക്കൽ ഡേ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുന്ന ആളായിരുന്നു. അപ്പൊ അറൌണ്ട് ഒരു 5:30, ചില ദിവസങ്ങളിൽ 5, ചില ദിവസം 6 ഒക്കെ ആവും. അപ്പൊ ഒരു ഏർലി മോർണിംഗിൽ തന്നെ ഞാൻ എണീക്കുമായിരുന്നു. അതിനുശേഷം ആക്ച്വലി എന്റെ ഡേയിൽ വേറെ ഒന്നും ഉണ്ടാവാറില്ല. ഞാൻ പഠിക്കുക തന്നെയാണ് ചെയ്യാറ്. ഓൾമോസ്റ്റ് ഫുഡൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ കുളിക്കുന്ന ടൈമൊക്കെ ഒഴിച്ചാൽ ബാക്കി എല്ലാ സമയവും ഞാൻ പഠിക്കുക തന്നെയാണ് ചെയ്യാറ്. അപ്പൊ ഈ ഒരു ടൈമിന്, അതായത് ഇപ്പൊ ലെറ്റ്സ് സേ ഞാൻ ഒരു ഓൺ ആൻ ആവറേജ് എല്ലാ ദിവസവും ഒരു 9 hours എബോവ് പഠിക്കാറുണ്ട്. പക്ഷെ എപ്പോഴും അത് പ്രാക്ടിക്കൽ ആവാറില്ല. കാരണം നമ്മൾ കുറച്ച് ദിവസം പഠിച്ചു കഴിയുമ്പോൾ എക്സോസ്റ്റഡ് ആയിപ്പോ. അതുകൊണ്ട് എല്ലാ ദിവസവും ആ ഒരു മൊമെന്റം കീപ്പ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഓൺ ആൻ ആവറേജ് അങ്ങനെയായിരുന്നു. ഒരു 9 hours എബോ, ഒരു 15 hours പഠിച്ച ദിവസങ്ങളുണ്ട്, ചിലപ്പോൾ 2 hours പഠിച്ച ദിവസങ്ങളുണ്ട്. അങ്ങനെ വേരിയേഷൻസ് വരാറുണ്ട്. അപ്പൊ ഈ ഒരു ഡേയ്സിൽ ഞാൻ ആ ഡേയെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമായിരുന്നു. അതായത് എന്റെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ റിവിഷനോട് കൂടിയിട്ടായിരുന്നു. ഈ തലേ ദിവസം ഞാൻ എന്തൊക്കെ പഠിച്ചോ, ഞാൻ ആക്ച്വലി ഭയങ്കര റെസ്റ്റ്ലെസ് ആവുമായിരുന്നു. തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ പിറ്റേ ദിവസം റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ അന്നത്തെ ഒരു ആ മൂഡ് മൊത്തം പോകും. അപ്പൊ ഞാൻ രാവിലെ ഫസ്റ്റ് അവർ എന്ന് പറയുന്നത് റിവിഷന് വേണ്ടിയിട്ടാണ് എക്സ്ക്ലൂസീവ്ലി യൂസ് ചെയ്യാറ്. അത് മാത്രമല്ല, എനിക്കൊരു ടെൻഷൻ ഉണ്ട്, ഞാൻ മറന്നുപോകും എന്നുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ റിവിഷൻ എന്റെ ഇതിൽ ഞാൻ വേറെ എന്ത് ചെയ്തില്ലല്ലോ റിവിഷൻ വാസ് മാൻഡേറ്ററി. അപ്പൊ ആദ്യത്തെ ഒരു 1 hour ഞാൻ റിവിഷൻ ചെയ്യുമായിരുന്നു. ആ ഒരു 1 hour കഴിഞ്ഞിട്ട് എല്ലാത്തിന്റെ ഇടയ്ക്ക് 5 to 10 minutes ഒക്കെ ഞാൻ ബ്രേക്ക് എടുക്കും. ദെൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുക ഡയറക്ട്ലി GS സബ്ജക്റ്റ് ആയിരിക്കും. എനിക്ക് ഒരു സബ്ജക്റ്റ് തന്നെ എൻ്റയർ ഡേ പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, എനിക്ക് ബോറടിക്കുക. അതുകൊണ്ട് ഞാൻ 2 സബ്ജക്ട്സ് മിക്സ് ചെയ്തിട്ടാണ് പഠിക്കാറ്. അപ്പൊ എന്റെ രാവിലത്തെ
ഡേയിലെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റിവിഷന് ശേഷം വരുന്ന ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സബ്ജക്ട് 1 ആയിരിക്കും. ആ സബ്ജക്ട് 1 ഞാൻ പഠിക്കും. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവുക, അല്ലെങ്കിൽ കുളിക്കുക, അങ്ങനത്തെ ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ലഞ്ച് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാം. എനിക്ക് രാവിലെ ന്യൂസ് പേപ്പർ വായിക്കുന്നത് അത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് ന്യൂസ് പേപ്പർ കറണ്ട് അഫയേഴ്സ് ഒക്കെ വായിക്കാറ്. അപ്പൊ ഞാൻ ആഫ്റ്റർ ലഞ്ച് ന്യൂസ് പേപ്പർ വായിക്കും. ദെൻ സബ്ജക്ട് 2 സ്റ്റാർട്ട് ചെയ്യും. സബ്ജക്ട് 2 സ്റ്റാർട്ട് ചെയ്യും. സബ്ജക്ട് 1 പഠിച്ച പോലെ തന്നെ സബ്ജക്ട് 2 പഠിക്കും. ദെൻ ഈവനിങ് ആകുമ്പോഴത്തേനും എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു CSAT. അതുകൊണ്ട് CSAT ഈവനിങ് ആണ് പഠിക്കാറ്. അപ്പൊ CSAT ഞാൻ ഈവനിങ് ടൈമിൽ ഒരു 2 hours ഒക്കെ, CSAT എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ CSAT കുറച്ച് അധികം ടൈം കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈവനിങ്ങിൽ പഠിക്കും. എഗെയിൻ ആ ഡേയിലെ പഠിച്ച ഫുൾ കാര്യങ്ങൾ രാത്രി റിവൈസ് ചെയ്യും, ഒരു 30 minutes എടുത്ത്. അങ്ങനെ ഐ യൂസ് ടു വൈൻഡ് അപ്പ് മൈ ഡേ. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പൊ ഞാൻ 2 ടൈംസ് റിവിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പം രാത്രി ആകുമ്പോൾ ഒരു റിവിഷൻ ചെയ്തിട്ടാണ്, ആ ഡേയിലെ ഫുൾ കാര്യങ്ങൾ രാത്രി റിവൈസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ദെൻ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വീണ്ടും അത് റിവൈസ് ചെയ്യും. അങ്ങനെ ഡബിൾ റിവിഷൻ എനിക്ക് വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിവിഷൻ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് അറിയായിരുന്നു. രണ്ടാമത്തെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് തന്നെ ഭയങ്കര ടെൻഷനാണ്, ഞാൻ മറന്നുപോവോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ മാക്സിമം ടൈംസ് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. അതെന്റെ ഒരു ഹാബിറ്റായി മാറിയായിരുന്നു. കാരണം എനിക്ക് പിന്നെ റിവൈസ് ചെയ്തില്ലെങ്കിൽ എന്തോ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് റിവിഷൻ എന്നുള്ള സംഭവം മാറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ വുഡ് റെക്കമെൻഡ് യു ടു ഡു ദ സെയിം, ബിക്കോസ് റിവിഷൻ അത്ര ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി UPSC വരുന്ന സമയത്ത്. ഓക്കെ, സോ അതാണ് ഞാൻ ഇതിൽ വേണ്ടി ചെയ്തത്. ഇനി ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതാണ്. ലെറ്റ്സ് സേ ഞാനിപ്പോ ഒരു ടോപ്പിക് പഠിക്കുവാണ്, റിവോൾട്ട് ഓഫ് 1857. ഞാൻ ഫസ്റ്റ് തന്നെ എന്റെ റിസോഴ്സസ് ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് വെക്കുമായിരുന്നു. അതായത് ചില സബ്ജക്റ്റിനൊക്കെ ഞാൻ ആകെ ഒരു റിസോഴ്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇപ്പൊ മോഡേൺ ഹിസ്റ്ററിക്ക് ആണെങ്കിൽ ഐ എൻറ്റയർലി ഡിപ്പെൻഡ് ഓൺ സ്പെക്ട്രം, അല്ലാതെ വേറെ ഒന്നും തന്നെ ഞാൻ വായിച്ചിട്ടില്ല. അതുപോലെ പൊളിറ്റിക് ആണെങ്കിൽ ലക്ഷ്മികാന്ത് മാത്രമേ വായിച്ചിട്ടുള്ളൂ. ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബെയറാക്ട് വായിച്ചിട്ടുണ്ട്, അല്ലാതെ എൻറ്റയർലി ലക്ഷ്മികാന്ത് ആണ് ഡിപ്പെൻഡ് ചെയ്ത്. ചില സബ്ജക്ട്സിന് ഇപ്പം എൻവയോൺമെന്റ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിനൊക്കെ ഞാൻ മൾട്ടിപ്പിൾ റിസോഴ്സസ് പഠിച്ചിട്ടുണ്ട്. അല്ലാത്തതിനൊക്കെ മോസ്റ്റ്ലി ഒരു റിസോഴ്സ് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അപ്പൊ ഒരു ടോപ്പിക് ഞാൻ എടുത്താൽ, ഇപ്പൊ റിവോൾട്ട് ഓഫ് 1857, ഞാനത് ആ ടോപ്പിക് കോൺസെപ്റ്റ് എന്താണ് റിവോൾട്ട് ഓഫ് 1857 അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ദെൻ ഞാൻ ഇതിൽ ചോദിച്ചിട്ടുള്ള ഓൾ ദ ക്വസ്റ്റ്യൻസ് ഞാൻ ഉദ്ദേശിച്ചത് UPSC മാത്രമല്ല, UPSC അതുപോലെ തന്നെ SSC, CGL, CHSL, അതുപോലെ റെയിൽവേസ്, PSC, ഇങ്ങനെ 1857 റിവോൾട്ടിന് എവിടെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ, വെദർ ഇറ്റ് ഈസ് ഈസി ഓർ ഡിഫിക്കൽട്ട്, ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുമായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ഒബിയസ്ലി കുറെ ക്വസ്റ്റ്യൻസ് തെറ്റുമല്ലോ. അപ്പൊ എനിക്ക് തെറ്റിപ്പോകുമ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഞാൻ പഠിച്ചത് തെറ്റിപ്പോയി എന്നുള്ള കാര്യം. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ട് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്തു വെച്ചാൽ അത് ഞാൻ എന്തുകൊണ്ട് എന്റെ തെറ്റി, അപ്പൊ ഞാൻ അതിനിങ്ങനെ ഒരു ടേബിൾ വരയ്ക്കും. ക്വസ്റ്റ്യൻ, എന്റെ ആൻസർ, അത് ശരിയാണോ തെറ്റാണോ, അതിന്റെ റീസൺ എന്താണ്, ഇങ്ങനെ ഒരു 4 കോളം ഉള്ള ഒരു ടേബിൾ ഞാൻ വരയ്ക്കും ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും. ദെൻ ഐ യൂസ് ടു ഫൈൻഡ് ദ റീസൺ, എന്തുകൊണ്ടാണ് എൻ്റെ ഒരു ആൻസർ തെറ്റിപ്പോയത്, അതിന്റെ റീസൺ ഞാൻ കണ്ടുപിടിച്ചിട്ട് റീസൺസ് ലിസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരു 100 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ ഞാൻ ഈ തെറ്റിപ്പോയ കാര്യങ്ങൾ മൊത്തം നോക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്യാതെ പിന്നെ എനിക്ക് ഉറക്കം വരില്ലായിരുന്നു. അത് അപ്പൊ തന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അപ്പൊ തന്നെ റെക്ടിഫൈ ചെയ്യും. അല്ലാതെ ഒരു പ്രോസസ്സിക്കോടെ, അതായത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ നോളജ് ഗ്യാപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഞാൻ ഒരു പ്രോസസ്സിക്കോടെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ തന്നെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ റെക്ടിഫൈ ചെയ്യും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലെ എല്ലാ ടോപ്പിക്കിൽ നിന്നും എല്ലാ എക്സാംസിൽ നിന്നുള്ള എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു, PYQs ഇതൊക്കെ. അതുകൂടാതെ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകളൊന്നും, ഞാൻ പെയ്ഡ് ടെസ്റ്റുകളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മോക്ക് ടെസ്റ്റുകൾ ഐ യൂസ് ടു ബൈ ഫ്രം ദ മാർക്കറ്റ്, ആൻഡ് അത് ഞാൻ ചെയ്യുമായിരുന്നു. എല്ലാ മാക്സിമം നമ്പർ ഓഫ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു, അതിന്റെ സ്കോർസ് അനലൈസ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ PYQs എങ്ങനെയാണ് യൂസ് ചെയ്തെന്നുള്ളത്, PYQs ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു സോഴ്സ് ആണ്. PYQ ഞാൻ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 1995 മുതലുള്ള UPSC എക്സാംസിന്റെ PYQs ചെയ്തിട്ടുണ്ട്. PYQs ചെയ്യുമ്പം UPSC കുറെ മൈക്രോ തീംസിൽ നിന്നാണ് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പൊളിറ്റി നോക്കുകയാണെങ്കിൽ പ്രിയാമ്പിളിൽ നിന്ന് മിക്കപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഗവർണർ, ഇങ്ങനെ ഒരുപാട് മൈക്രോ തീംസ് ഉണ്ട്. സോ ഐ യൂസ് ടു ലിസ്റ്റ് ഡൗൺ ഓൾ ദോസ് മൈക്രോ തീംസ്. അത് ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ഡൗൺ ചെയ്യും.
ടെസ്റ്റ് PYQs നോക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ മൈക്രോ തീംസ് ലിസ്റ്റ് ഡൗൺ ചെയ്യും. ആൻഡ് ഐ മെയ്ഡ് ഷുവർ ദാറ്റ് എനിക്ക് ഈ ഒരു എല്ലാ മൈക്രോ തീംസിന്റെ എനിക്ക് നോട്ട്സ് ഉണ്ട്, സ്മോൾ നോട്ട്സ് ഉണ്ട്, ക്രിസ്പ് നോട്ട്സ്, ഞാൻ തന്നെ ഉണ്ടാക്കിയ ഹാൻഡ് റിട്ടൺ നോട്ട്സ് എനിക്ക് ഉണ്ടെന്ന് ഞാൻ മേക്ക് ഷുവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ എത്ര മൈക്രോ തീംസ് ഉണ്ട്, 200 മൈക്രോ തീംസ് ഉണ്ടെങ്കിൽ 200 കുഞ്ഞു കുഞ്ഞു നോട്ട്സ് എനിക്ക് ഉണ്ടാവുമായിരുന്നു, വിച്ച് വാസ് വെരി യൂസ്ഫുൾ. നമുക്ക് പ്രിലിംസിന്റെ സമയത്ത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ PYQസിൽ നിന്ന് മൈക്രോ തീംസിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഒരു ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. അങ്ങനെ മൈക്രോ തീംസ് കണ്ടെത്തും, ഓപ്ഷൻസ് അനലൈസ് ചെയ്യും, തെറ്റിപ്പോയ ഓപ്ഷൻസ്, തെറ്റിപ്പോയ ആൻസേഴ്സ് അനലൈസ് ചെയ്യും, ABCD 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ 4നെ കുറിച്ചും പഠിക്കും. ഇങ്ങനെയായിരുന്നു ഞാൻ PYQസിനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ബട്ട് മൈക്രോ തീംസും കൂടെ അനലൈസ് ചെയ്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബി മോർ ബെറ്റർ. ഓക്കെ, ഇനി റിവിഷൻ സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞു, എനിക്ക് റിവിഷൻ എന്ന് പറയുന്നത് എനിക്ക് എന്തോ ഭയങ്കര ചെയ്തില്ലെങ്കിൽ ഒരു എന്താ ഉറക്കം കിട്ടില്ല എന്നുള്ളൊരു സംഭവം എനിക്ക് റിവിഷൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും റിവിഷൻ ചെയ്യും. എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ റിവിഷൻ ചെയ്യും. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ഇങ്ങനെ റീകോൾ ചെയ്തുകൊണ്ടിരിക്കും. 1857 റിവോൾട്ട്, ലക്നൌവിൽ അതിന്റെ ലീഡർ ആയിരുന്നു, അല്ലെങ്കിൽ 1857 റിവോൾട്ട്, അതിന്റെ കോൺസിക്വൻസ് എന്തായിരുന്നു, ഇങ്ങനെ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ എന്റെ മനസ്സിൽ ആക്ച്വലി വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഇത് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇറ്റ് വാസ് ഓൾവേസ് റിവിഷൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും ഞാൻ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങളിങ്ങനെ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു പഠിച്ച കാര്യം പിറ്റേ ദിവസം റിവൈസ് ചെയ്യാം, ആൻഡ് ആഫ്റ്റർ എ വീക്ക് നിങ്ങൾക്ക് ഒന്നും കൂടെ മറിച്ചു നോക്കാം. ഇങ്ങനെ മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് റിവിഷൻ ഈസ് നെസസറി ഇൻ ദ കേസ് ഓഫ് എനി എക്സാം, എസ്പെഷ്യലി UPSCയിൽ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഹൗ മെനി അവേഴ്സ് ഐ ഓൾറെഡി ടോൾഡ് യു, ഞാനൊരു 9 to 14, 15 അവേഴ്സ് പഠിക്കാറുണ്ട്. ഇത് എല്ലാ ദിവസവും ഇങ്ങനെയല്ല, ഒബിയസ്ലി ഇതിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ 3 അവേഴ്സ് പഠിച്ച ഡേയ്സ് ഉണ്ട്, 2 അവേഴ്സ് പഠിച്ച ഡേയ്സ് ഉണ്ട്. സോ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ട്. ബട്ട് നോർമലി ഐ യൂസ് ടു സ്റ്റഡി മോർ ദാൻ 9 അവേഴ്സ് പെർ ഡേ. പിന്നെ ഐ യൂസ് ടു ടേക്ക് എ വീക്ക്ലി ബ്രേക്ക് ഓൾസോ. മോസ്റ്റ് പ്രോബ്ലി സൺഡേ ആയിരിക്കും ഞാൻ ബ്രേക്ക് എടുക്കാറുണ്ട്. അന്ന് ഞാൻ ഒന്നും പഠിക്കാറൊന്നുമില്ല. അന്ന് ന്യൂസ് പേപ്പറും റിവിഷനും മാത്രമേ ചെയ്യാറുള്ളൂ, വേറൊരു കാര്യങ്ങളും ചെയ്യാറില്ല. ഓക്കെ, പിന്നെ സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി ആൻഡ് ബുക്ക് ലിസ്റ്റ്. സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി ആൻഡ് ബുക്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയുടെ കാര്യം നമുക്ക് ആദ്യം നോക്കാം. ഹിസ്റ്ററിയുടെ കാര്യത്തിലോട്ട് വരുമ്പം ഹിസ്റ്ററി എൻ്റെ സബ്ജക്ട് ഹിസ്റ്ററി ആണ്. ഞാൻ ഡിഗ്രിയും PG ഒക്കെ ചെയ്ത സബ്ജക്ട് ഹിസ്റ്ററി ആയതുകൊണ്ട് എനിക്ക് അത് ഓൾറെഡി ഒരു നോളജ് ഉള്ള സബ്ജക്റ്റ് ആണ്. സോ അതിന് എനിക്ക് ഒരുപാട് ടൈം കൊടുക്കേണ്ടി വന്നില്ല. അതിന്റെ കോണ്ടന്റും എനിക്ക് നന്നായിട്ട് അറിയുന്നതായിരുന്നു. പക്ഷെ UPSCയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു രീതിയിലോട്ട് നമ്മൾ ആക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏൻഷ്യൻ ആൻഡ് മെഡീവൽ ഹിസ്റ്ററിക്ക് ഞാൻ തമിഴ്നാടു SCRT ബുക്കായിരുന്നു റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 11th തമിഴ്നാട് SCRT ബുക്ക് ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോഡേൺ ഹിസ്റ്ററിയിലേക്ക് വരുമ്പം ഞാൻ സ്പെക്ട്രം ആണ് യൂസ് ചെയ്തത്, സ്പെക്ട്രം മോഡേൺ ഹിസ്റ്ററി. ഓക്കെ, പിന്നെ NCERTസിന്റെ കുറച്ച് പോർഷൻ ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. NCERT അല്ലാതെ 6th to 12th ഞാൻ എല്ലാത്തിനും വായിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ എക്സാം സ്പെസിഫിക് ആയിട്ട് ഞാൻ റെഫർ ചെയ്തത് സ്പെക്ട്രം മാത്രമാണ്. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചറിലേക്ക് വരുമ്പം ഞാൻ നിതിൻ സിംഘാനിയുടെ ബുക്കാണ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെ എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ആവശ്യമില്ല, കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്ക് ലീവ് ചെയ്യാൻ പറ്റും നമ്മുടെ സിലബസിലില്ലാത്ത. ബാക്കിയെല്ലാം ഞാൻ അതിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. ഇന്ത്യൻ പോളിറ്റി പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയും പോലെ ലക്ഷ്മികാന്ത് ആണ് വായിച്ചത്. പിന്നെ ബെയർ ആക്ടിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. ബെയർ ആക്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ UPSC ആർട്ടിക്കിൾസിൽ നിന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന് ഞാൻ ബെയർ ആക്ട് വായിച്ചിട്ടുണ്ടായിരുന്നു. ജോഗ്രഫിക്ക് ഞാൻ 11th and 12th ജോഗ്രഫി NCERTs മാത്രമാണ് വായിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഒരുപാട് ടൈംസ് റിവൈസ് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇതിന്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി. പിന്നെ ഐ യൂസ് ടു സ്റ്റഡി ഫ്രം ദാറ്റ് ഷോർട്ട് നോട്ട്സ്. പിന്നെ ഞാൻ NCERT വായിച്ചില്ല, ആദ്യം നിന്ന് ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട്സിലാണ് ഞാൻ വായിച്ചത്. പിന്നെ മാപ്പ്, ഒരു അറ്റ്ലസിന്റെ മാപ്പ് ഉണ്ടായിരുന്നു, സോറി ഇതുണ്ടായിരുന്നു, ഓക്സ്ഫോർഡിന്റെ അറ്റ്ലസ് ഉണ്ടായിരുന്നു. ഓക്സ്ഫോർഡിന്റെ അറ്റ്ലസിൽ നിന്നാണ് ഞാനത് മാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തത്. എക്കണോമി ശങ്കർ ഗണേഷ് ആണ് ഞാൻ ബേസിക് ഇൻഫർമേഷൻ ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ M1 M2 അല്ലെങ്കിൽ ഫിസിക്കൽ ഡെഫിസിറ്റ്, FDI FPI ഇങ്ങനെയൊക്കെയുള്ള ബേസിക് കോൺസെപ്റ്റ്സുകളെല്ലാം പഠിക്കാൻ വേണ്ടി ശങ്കർ ഗണേഷ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മോർ ഐ ഡിപ്പെൻഡ് ഓൺ ബഡ്ജറ്റ് ആൻഡ് എക്കണോമിക് സർവേ ആണ് കൂടുതലായിട്ടും റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ എൻവയോൺമെന്റ് ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിന് ഞാൻ ഒരു പ്രത്യേക ബുക്ക് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഗൂഗിളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻവയോൺമെന്റും സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പൊ ഡിഫറെന്റ് സൈറ്റ്സ് നമുക്ക് എൻവയോൺമെന്റ് UPSC, സയൻസ് ആൻഡ് ടെക്നോളജി UPSC എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് റിലേറ്റഡ് വെബ്സൈറ്റ്സുകൾ കിട്ടും. അതിൽ നിന്നാണ് ഞാൻ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സിന് യു ക്യാൻ ഡിപ്പെൻഡ് എനി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാഗസിൻ. ഞാൻ 1-2 കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ പർച്ചേസ് ചെയ്തിട്ട് അത് മെർജ് ചെയ്തിട്ടാണ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇതിലാണ് ഞാൻ കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ റാൻഡം യൂട്യൂബ് വീഡിയോസ് ഒക്കെ കറണ്ട് അഫയേഴ്സിന്റെ വീക്ക്ലി ഡെയിലി ബേസിസിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. സോ ഇതാണ് എൻ്റെ ഒരു സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി ആൻഡ് ബുക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കോച്ചിങ് എനിക്ക് നല്ലൊരു ബേസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എക്സാം ടൈമിൽ ഒക്കെ ഞാൻ കൂടുതലും റെഫർ ചെയ്തത് കോച്ചിങ് നോട്ട്സ് ആയിരുന്നില്ല, ഈ പറയുന്ന ബുക്സും ഇതിൽ നിന്ന് ഞാൻ മേക്ക് ചെയ്ത നോട്ട്സും ആയിരുന്നു. സോ ദിസ് വാസ് മൈ എൻറ്റയർ സ്ട്രാറ്റജി വിച്ച് ഹെൽപ്പ് മീ ടു ക്ലിയർ മൈ പ്രിലിംസ് ഇൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വളരെ കുറച്ച് ദിവസം മാത്രമാണ് പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ റീസൺ ബീയിങ്, പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, പക്ഷെ എനിക്ക് നേരത്തെ ഒരു ബേസ് ഉണ്ടായിരുന്നു. ഞാൻ കോളേജ് മുതൽ പഠിക്കുന്നതുകൊണ്ട് എനിക്കൊരു ബേസ് ഉണ്ടായിരുന്നു എല്ലാ സബ്ജക്റ്റിനെയും പറ്റിയിട്ട്. അതുകൊണ്ട് ഞാൻ ലെസ് ടൈം ആണ് പഠിച്ചതെങ്കിൽ കൂടി വിച്ച് ഹെൽപ്പ് മീ ടു ക്വാളിഫൈ ദ എക്സാം. പക്ഷെ എല്ലാവരും അത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ എത്ര നേരത്തെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്ര നേരത്തെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാത്രമല്ല ഇപ്പൊ പ്രിലിംസിന്റെ പാറ്റേൺസ് ഒക്കെ റിപ്പീറ്റഡ്ലി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ ഒരു പാറ്റേൺസും ഒക്കെ ആയിട്ട് അഡ്ഹെയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ റെക്കമെൻഡ് ചെയ്യാം. സോ ദിസ് വാസ് മൈ എൻറ്റയർ സ്ട്രാറ്റജി. ഇതുപോലെ UPSC പ്രിപ്പറേഷനും ആൻഡ് അതർ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ യൂസ്ഫുൾ ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഐ വിൽ കീപ് ഷെയറിംഗ് ഇൻ ദിസ് ചാനൽ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.